ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ രാമകഥാ രസവാഹിനി അധ്യായം 14. വനാന്തരങ്ങളിലേക്ക്. സുമന്ത്രരെ, ദശരഥൻ വിളിച്ചു. എൻ്റെ രാമചന്ദ്രൻ അചഞ്ചലനായ വീരനാണ്. അവൻ പിന്തിരിയുകയില്ല. അവൻ്റെ തീരുമാനം മാറ്റിവെക്കാനോ ഇല്ലാതാക്കാനോ ആരെക്കൊണ്ടും സാധ്യമല്ല. അതിനുള്ള പരിശ്രമങ്ങളെല്ലാം നിഷ്ഫലമാകും. നമ്മുടെ അത്തരം ശ്രമങ്ങൾ കൊണ്ട് അവൻ ഉപദ്രവമുണ്ടാവുകയുള്ളൂ. മാത്രമല്ല, രാമൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ്. താമസിക്കേണ്ട. രഥം തയ്യാറാക്കുന്നതിൽ അല്പം വൈകിയാൽ പോലും നിങ്ങൾ അവൻ്റെ കാലടിപ്പാത കണ്ടില്ലെന്ന് വരും. എൻ്റെ പ്രജകൾക്ക് രാമൻ അയോധ്യയിലെ രാജകീയ പാതകളിൽ കൂടി നടന്നു പോകുന്നത് കണ്ടാൽ സഹിക്കയില്ല. പോകൂ, വേഗം പോകൂ. ചക്രവർത്തി അദ്ദേഹത്തെ തിരക്കിട്ടയച്ചു. ആ രഥത്തിൽ കുറേ കുട്ടകളിൽ ഭക്ഷണ സാധനങ്ങളും ആയുധങ്ങളും കൊണ്ടുപോയി അവർക്ക് കൊടുക്കൂ. സുമന്ത്രരെ, ഞാൻ താങ്കളോട് പറയാൻ മറന്നു. താങ്കൾക്കാവുന്ന പോലെ അഭ്യർത്ഥിക്കൂ. ഞാൻ അങ്ങനെ അപേക്ഷിക്കുവാൻ താങ്കളോട് പറഞ്ഞു എന്നും പ്രസ്താവിച്ചോളൂ. സീതയ്ക്ക് അയോധ്യയിലേക്ക് മടങ്ങാനുള്ള നിർദ്ദേശം കൊടുക്കണമെന്ന്. അവരെ രഥത്തിൽ കയറ്റി വനത്തിലേക്കുള്ള വഴിയിൽ കുറേ ദൂരത്തോളം കൊണ്ടുപോകൂ. കാട് കണ്ടിട്ട് സീത ഭയപ്പെടുകയാണെങ്കിൽ താങ്കൾ അവളുടെ ഭയം അറിയാനിടയായാൽ ഉടൻ തന്നെ രാമനോട് സീതയെ മിഥിലയിലെ ആ യുവരാജകുമാരിയെ അയോധ്യയിലേക്ക് തിരികെ അയക്കാനുള്ള ആജ്ഞയ്ക്ക് അപേക്ഷിക്കൂ. സീതയോടും അതിനായി അപേക്ഷിക്കൂ. ഇത് എൻ്റെ ആഗ്രഹം കൂടിയാണെന്ന് സീതയെ ധരിപ്പിക്കുകയും ചെയ്യൂ. അയോധ്യയിൽ താമസിക്കുവാൻ സീതയ്ക്ക് കഴിയുകയില്ല എങ്കിൽ പിതാവായ ജനകൻ്റെ അടുക്കിലേക്ക് അയക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാമെന്ന് പറയൂ. ദശരഥൻ ഇക്കാര്യം പലവട്ടം ആവർത്തിച്ചു. അക്കാര്യം ഓർത്തോർത്ത് ദുഃഖാകുലനായി അദ്ദേഹം ബോധം കെട്ട് നിലത്ത് വീണുരുണ്ടു. പിന്നെ വേഗം എഴുന്നേറ്റ് കൊടിയ വേദനയാൽ പറഞ്ഞു, സുമന്ത്രരെ, എന്തിന് വാക്കും സമയവും പാഴാക്കുന്നു? രാമനെയും ലക്ഷ്മണനെയും സീതയെയും എൻ്റെ മുമ്പാകെ കൊണ്ടുവരൂ. ഞാൻ അവരെ മൂന്നാളെയും ഒന്നുകൂടി കണ്ടുകൊള്ളട്ടെ. അനന്തരം സുമന്ത്രരോട് ദയനീയമായി അപേക്ഷിച്ചു, ക്ഷണം പോകൂ, ഒട്ടും താമസിക്കേണ്ട. അവരുടെ സമീപം രഥം വേഗം കൊണ്ടുപോകൂ. രഥത്തിന് പോകാവുന്ന വേഗത്തിൽ അത് ഓടിക്കൂ. അതിന് പോകാവുന്നിടത്തോളം. ഒരു പക്ഷേ രഥത്തിൽ 3-4 ദിവസം താമസിക്കേണ്ടി വന്നേക്കാം. ആ സമയത്തിൻ്റെ അവസാനം അവരിറങ്ങട്ടെ. അവിടെ നിന്ന് അവരെ നോക്കൂ. താങ്കളുടെ ദൃഷ്ടിയിൽ നിന്നും മറയുന്നതുവരെ. അതിനുശേഷം മടങ്ങിവന്ന് അവരുടെ വിവരങ്ങൾ, ആരോഗ്യം, രക്ഷ എന്നിവയെപ്പറ്റി എന്നെ അറിയിക്കുക. പോകൂ, എൻ്റെ അടുത്ത് നിൽക്കണ്ട, വേഗം പോകൂ, ദശരഥൻ മന്ത്രിയോട് പറഞ്ഞു. ചക്രവർത്തിയുടെ കൽപ്പന തലകുനിച്ച് സ്വീകരിച്ച് സുമന്ത്ര രഥമൊരുക്കി. നഗരവീതിയിൽ കൂടി കടന്നു പോകുന്ന രാമനെയും ലക്ഷ്മണനെയും അദ്ദേഹം കണ്ടെത്തി. ചക്രവർത്തി തന്നോട് പറഞ്ഞ സംഗതികളെല്ലാം അവരെ ധരിപ്പിച്ചു. അവരെ രഥത്തിൽ കയറ്റിയിരുത്തി വനത്തിനഭിമുഖമായി ഓടിച്ചുപോയി. പാതയുടെ ഇരുവശങ്ങളിലും കൂട്ടം കൂട്ടമായി നിന്ന പൗരന്മാർ അലമുറയിടുകയും പുലമ്പുകയും ചെയ്തുകൊണ്ടിരുന്നു. വികാരങ്ങൾ അടക്കി ശാന്തരായിരിക്കാൻ സുമന്ത്രർ അവരോട് അപേക്ഷിച്ചു. അതിർത്തി കടന്ന് രഥം കുറേ ദൂരം പോയി. തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ സംഭ്രമകുലമായ ഒരു കൂട്ടമായി തേരിൻ്റെ പിന്നാലെ ഓടി. അവരുയർത്തിയ പൊടി ആകാശത്തിൽ വളരെ ഉയരെ പടർന്നു പൊങ്ങി. നിരത്തിൻ്റെയോ നിലത്തിൻ്റെയോ ഒരു ലക്ഷണവും കാണാനുണ്ടായിരുന്നില്ല. ക്ഷുബ്ധമായ ജനതയുടെ അതിവിസ്തൃതമായ മൈതാനത്തായിരുന്നു അത്. വൃദ്ധന്മാർ, സ്ത്രീകൾ, യൗവനയുക്തരും ശക്തരുമായ പുരുഷന്മാർ, ബ്രാഹ്മണർ എല്ലാവരും ഏകസ്വരത്തിൽ വിലാപങ്ങൾക്കിടയിൽ രാമ രാമ, ഞങ്ങളെ കൂടി കൊണ്ടുപോകൂ, ഞങ്ങളെ ഉപേക്ഷിക്കരുതേ എന്നുറക്കെ ആക്രോശിച്ചു. അയോധ്യയിലെ വീഥികൾ ജനശൂന്യമായിരുന്നു. നിദ്രയിലാണ്ടതുപോലെ ആ നഗരം നിശബ്ദമായി. ഓരോ എടുപ്പിന്മേലും വലിയ ഘനവസ്തു എന്ന പോലെ അന്ധകാരം കനത്തിൽ പതിച്ചു. പുരുഷന്മാരും സ്ത്രീകളും ഇരുട്ടുമൂലം സഞ്ചരിക്കാൻ സാധിക്കാതെയാൽ നിരത്തിൽ മരക്കുറ്റി പോലെ നിന്നു. അനേകം പേർ വാതിലടച്ചുപൂട്ടി. ചിലർ രാമൻ വിട്ടുപോയ സമയത്ത് എവിടെ ഇരുന്നുവോ അവിടെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് നിലത്ത് കിടന്നുരുണ്ട് കഠിന വേദന അനുഭവിച്ചുകൊണ്ട് ദിനങ്ങൾ കഴിച്ചു. പ്രിയപ്പെട്ട പ്രജകളുടെ നേരെയുള്ള കരുണാർദ്രത മൂലം രാത്രിയാകുമ്പോൾ രാമൻ മടങ്ങി വരുമെന്ന് കരുതി ചിലർ കാത്തിരുന്നു. ഇതിനിടയിൽ ദശരഥൻ ഒരു തേരിൽ പുറകെ വന്നു. അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, രാമ രാമ, സുമന്ത്രരെ, ആ രഥം നിർത്തു. എൻ്റെ പ്രേമനിധിയെ ഞാൻ ഒരിക്കൽ കൂടി കാണട്ടെ. അദ്ദേഹം കുതിരകളുടെ ഗതിവേഗം
വേഗം വർദ്ധിപ്പിച്ച് വളരെ മുന്നോട്ട് പോയി. രാമനെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടം രാമൻ്റെയും ദശരഥൻ്റെയും രഥങ്ങൾക്കിടയിൽ പെട്ടുപോയി. ജനങ്ങളിലധികം പേരും ക്ഷീണം കൊണ്ട് യാത്ര തുടരാനാവാതെ നിലത്തു വീണു. അതിവേഗം ഒരു രഥം അടുത്തുകൂടി പോകുന്നത് കണ്ടപ്പോൾ അവർ കൈ ഉയർത്തി രാമൻ ആ രഥത്തിൽ മടക്കയാത്ര ചെയ്യുകയാണോ എന്നറിയാൻ നോക്കി. അവർ എഴുന്നേറ്റു തങ്ങളുടെ പ്രിയപ്പെട്ട രാജകുമാരനെ ഒരു നോക്കുകൂടി കാണാനായി രഥം അടുത്ത് നിർത്തുവാൻ ശ്രമിച്ചു. എന്നാൽ ദശരഥൻ്റെ ഞരക്കങ്ങൾ അവരുടെ കാതിൽപ്പെട്ടപ്പോൾ അവരും പൊട്ടിക്കരഞ്ഞുപോയി. രാജാവേ, വേഗം പോയി ഞങ്ങളുടെ രാമചന്ദ്രനെ തിരിച്ചു കൊണ്ടുവരൂ. ഈ അപേക്ഷയോടെ അവർ രഥത്തെ യാത്ര തുടരാൻ വിട്ടു. നഗരത്തിൻ്റെ പുറത്തുള്ള പൂഴിക്കുന്നുകളിൽ കൂടി രാമൻ്റെ രഥം ഓടിച്ചു പോകുന്നതായി ദശരഥൻ കണ്ടു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, സുമന്ത്രരെ രഥം നിർത്ത്. ഈ സമയം തൻ്റെ തേരാളിയോട് യാത്രാവേഗം വർദ്ധിപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. സുമന്ത്രർ തിരിഞ്ഞു നോക്കി. രഥം അനുഗമിക്കുന്നതായി കണ്ട് അദ്ദേഹം രാമനോട് പറഞ്ഞു, രാമചന്ദ്ര, ദശരഥ ചക്രവർത്തി നമ്മുടെ പിന്നിലുണ്ട്. കുറച്ചിടെ നിർത്താം. അദ്ദേഹത്തിൻ്റെ കൽപ്പന എന്താണെന്നറിയാം. അത് ഉത്തമമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പൗരന്മാരുടെ ഒരു വലിയ സംഘവും പിതാവിൻ്റെ തേരും അതിവേഗം തൻ്റെ പിന്നാലെ വരുന്നത് രാമൻ കണ്ടു. താൻ നിർത്തുകയോ ആണെങ്കിൽ അവരെല്ലാം വന്ന് തന്നെ വളയുമെന്നും നിയന്ത്രണാതീതമായ ശോകപ്രകടനം ഉണ്ടാകുമെന്നും പാതയരികിൽ തളർന്നിരിക്കുന്നവർ പുതുപ്രതീക്ഷയിൽ പ്രേരിതരായി എഴുന്നേറ്റ് ഓടി വരുമെന്നും രാമൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. പ്രത്യാശ അവരിൽ ജനിപ്പിക്കുന്നത് തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കൂടുതൽ ക്രൂരമായുള്ള ഒരു പ്രവർത്തനമായിരിക്കുമെന്നും രാമൻ മനസ്സിലാക്കി. തൻ്റെ പ്രതിജ്ഞ പാലിക്കാനും വിഷമമാകും. ദശരഥൻ്റെ വിലാപം പ്രജകൾ കാണുകയാണെങ്കിൽ അവരുടെ ദൃഷ്ടിയിൽ താൻ തരം താഴ്ത്തപ്പെടുമെന്ന് അവിടത്തേക്ക് മനസ്സിലായി. ഇക്കാര്യമെല്ലാം മനസ്സിൽ തൂക്കി നോക്കിയിട്ട് വാഹനം നിർത്തേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് സാരഥിയായ സുമന്ത്രരോട് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, രഥത്തിൻ്റെ വേഗം കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടതെന്നും രാമൻ ആവശ്യപ്പെട്ടു. ഇത് കേട്ട് സുമന്ത്രർ കൈ കൂപ്പിക്കൊണ്ട് അഭ്യർത്ഥിച്ചു, രാമ, 4 ദിവസത്തേക്ക് മാത്രം ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടാവണമെന്നാണ് രാജകൽപ്പന. ആ സമയത്തിന് ശേഷം ഞാൻ അയോധ്യയിലേക്ക് മടങ്ങണം. എന്നെ ഇനി കണ്ടാൽ ഞാൻ ആജ്ഞാപിച്ചതനുസരിച്ച് രഥം നിർത്താത്തതിന് രാജാവ് തീർച്ചയായും എന്നെ ശാസിക്കും. അപ്പോൾ ഞാൻ എന്ത് മറുപടിയാണ് കൊടുക്കുക? സദയം എന്നെ അങ്ങ് കാട്ടിൽ കഴിയേണ്ട 14 വർഷം അങ്ങയുടെ ഒപ്പം നിർത്തൂ. അങ്ങയോടൊന്നിച്ച് ജീവിക്കാൻ അനുവദിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം സുഖമായും സന്തുഷ്ടമായും നയിച്ചു എന്ന് കരുതും. അങ്ങ് അതിനെ അനുവദിക്കുമെങ്കിൽ ഞാൻ നിർത്തുന്നില്ല. അങ്ങ് ആഗ്രഹിച്ചതുപോലെ ഏറ്റവും വേഗം ഓടിക്കാം. പറയൂ, ഞാൻ എന്തു ചെയ്യണം? സുമന്ത്രർ അവതരിപ്പിച്ച പ്രശ്നം, അതിൽ സൂചിപ്പിച്ച കാര്യങ്ങളെയും പറ്റി രാമൻ ചിന്തിച്ചു. അദ്ദേഹം പറഞ്ഞു, സുമന്ത്രരെ, ഈ രഥത്തിൽ ഞങ്ങളെയും ഇരുത്തി പോകുന്നിടത്തോളം അതിൽ കാട്ടിലേക്ക് കൊണ്ടുപോകാൻ താങ്കളോട് കൽപ്പിച്ചയാൾ താങ്കളുടെ സ്വാമിയായ ചക്രവർത്തിയാണ്. അപ്പോൾ ഈ രഥത്തിൻ്റെ പിന്നാലെ കരഞ്ഞും നിർത്തുവാൻ പറഞ്ഞും വരുന്നയാൾ ദശരഥനും. നിങ്ങൾ കേൾക്കേണ്ടതും അനുസരിക്കേണ്ടതും ചക്രവർത്തിയുടെ കൽപ്പനയാണ്, ദശരഥൻ്റെ കൽപ്പനയല്ല. താങ്കൾ ഈ രാജ്യത്തിൻ്റെയും അതിൻ്റെ ഭരണാധികാരിയുടെയും മന്ത്രിയാണ്. ദശരഥൻ എന്നു പേരുള്ള വ്യക്തിയുടെയല്ല. വ്യക്തികൾ എന്ന നിലയിൽ നമ്മൾ തമ്മിൽ പുത്രനെ പിതാവുമായി ബന്ധിപ്പിക്കുന്ന സ്നേഹബന്ധമുണ്ട്. പക്ഷേ ചക്രവർത്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് താങ്കളുടെയും എൻ്റെ മേൽ തുല്യമായ രാജകീയ അധികാരമാണുള്ളത്. അദ്ദേഹത്തോട് താങ്കൾക്കും എനിക്കും ഉള്ള സ്വാമി ഭക്തി ഒന്നു തന്നെയാണ്. താങ്കളുടെ ധർമ്മം നിർവഹിക്കണം. ദശരഥൻ ഇപ്പോൾ ചെയ്യുന്ന അപേക്ഷ ചെവിക്കൊള്ളാതിരിക്കുന്നതിന് താങ്കളെ ദശരഥൻ ശിക്ഷയ്ക്ക് വിധേയനാക്കിയാൽ അദ്ദേഹത്തോട് പറയൂ, താങ്കൾ അദ്ദേഹം പറയുന്നത് കേട്ടില്ലെന്ന്. അങ്ങനെ പറയുന്നത് തെറ്റല്ല. കൂടുതൽ വേഗത്തിൽ ഓടിക്കാൻ രാമൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി രാമൻ കാരുണ്യപൂർവ്വം നൽകിയ ധാർമ്മിക വിശകലനമാകുന്ന പീയൂഷം സുമന്ത്രർ അതിവാഞ്ചയോടെ പാനം ചെയ്തു. രാമൻ രഥം മുന്നോട്ടേക്ക് തന്നെ അതിവേഗം ഓടിക്കുന്നത് കണ്ടപ്പോൾ ദശരഥൻ തൻ്റെ വിധിയെപ്പറ്റി പരിദേവനം ചെയ്തു. രഥം നിർത്തി അയോധ്യയിലേക്ക് തിരിച്ചു. ജനങ്ങൾ ക്ഷീണം കൊണ്ട് അധീരരാവാതെ തങ്ങളുടെ പ്രിയങ്കരനായ രാമനെ വിടാതെ പിടിച്ചു നിർത്താനുള്ള ദൃഢനിശ്ചയത്താൽ പ്രേരിതരായി രഥത്തെ അനുഗമിച്ചു. അവരിൽ രാമന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ സന്നദ്ധരായവരും അവിടത്തെയൊപ്പം എത്താനായുള്ള യത്നത്തിൽ മരണം വരിക്കാൻ തയ്യാറായിട്ടുള്ളവരുമായ ചിലർ രാമരഥം പിന്നിട്ട പാതയിൽ വ്യഗ്രതയോടെ വിഷമിച്ചും തകർന്ന നിലയിലും ആയാസപ്പെട്ട് നടത്തം തുടർന്നു.
തന്നോടുള്ള സ്നേഹത്താൽ ആകർഷരായി തൻ്റെ പിന്നാലെ വലിച്ചിഴയ്ക്കപ്പെട്ട നിലയിൽ സഞ്ചരിക്കുന്ന പ്രജകളെ കണ്ട് രാമൻ കരുണാർദ്രനായി അവിടെ നിന്ന് നിർത്തി അവരോട് മൃദുവും മധുരവുമായി സംസാരിച്ചു. അതവരുടെ ഹൃദയത്തെ സ്പർശിച്ചു. ഈ സംഭവത്തിൻ്റെ ധാർമ്മികമായ പല ഭാഗങ്ങളെയും സംബന്ധിച്ച് അവിടുന്ന് പ്രഭാഷണം നടത്തി. അവരോട് അയോധ്യയിലേക്ക് മടങ്ങിപ്പോകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. രാമനിൽ നിന്നുള്ള വിരഹം തങ്ങൾക്ക് പ്രാണവേദനയാണെന്നും രാമനില്ലാത്ത അയോധ്യയിൽ ഒരു നിമിഷം പോലും താമസിക്കാൻ കഴിയുകയില്ല എന്നും അങ്ങനെ അയോധ്യയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കാട്ടിൽ ചെന്ന് മരിക്കുന്നതാണ് എന്നും അവർ പറഞ്ഞു. ധാരാളം പേർ അത്യാവേശത്തോടെ ഇങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിലെ ചെറുപ്പക്കാർ ധർമ്മം അപ്രത്യക്ഷമായി കഴിഞ്ഞ ഒരു നഗരം കാടിനേക്കാൾ ഭയങ്കരമാണെന്നും അങ്ങനെയുള്ള ഭയാനകമായ സ്ഥലത്ത് അവർക്ക് താമസിക്കാൻ കഴിയുകയില്ല എന്നും പ്രഖ്യാപിച്ചു. അവർ പറഞ്ഞു, അവിടുന്ന് താമസിക്കുന്ന വനം ഞങ്ങൾക്ക് അയോധ്യയാണ്. ഞങ്ങളുടെ ക്ഷീണത്തെയോ അതിപീഡിതാവസ്ഥയെയോ സംബന്ധിച്ച് അവിടുന്ന് ഒന്നും അസ്വസ്ഥപ്പെടേണ്ട. അവിടുത്തെ പ്രതിജ്ഞ പാലിക്കൂ. അത് അവിടുന്ന് തീരുമാനിച്ചത് പ്രകാരമുള്ള ധർമ്മം. ഞങ്ങളുടെ പ്രതിജ്ഞയും പാലിക്കാം. അവിടുന്ന് പിതാവിൻ്റെ ആഗ്രഹത്തെ മാനിക്കുന്നത് പവിത്രധർമ്മമാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് പവിത്രമായൊരു ധർമ്മം ഞങ്ങൾക്കുമുണ്ട്. പവിത്രമായൊരു ധർമ്മം ഞങ്ങളുടെ ഹൃദയത്തിലെ രാമൻ്റെ, ഞങ്ങളുടെ ആത്മാരാമനും ഗുരുവും പ്രഭുവുമായ രാമൻ്റെ ആഗ്രഹം മാനിക്കുക എന്നതാണ്. ഞങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് മാറുകയില്ല. ഞങ്ങൾ തിരിച്ചു പോവുകയില്ല. മരണത്തിന് മാത്രമേ ഞങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയൂ. കരഞ്ഞും കണ്ണീരൊഴുക്കിയും അവർ അറിയിച്ചു. പ്രേമത്തിൻ്റെയും ഭക്തിയുടെയും ഈ വാക്കുകൾ കേട്ട് രാമൻ്റെ കരുണാമസനമായ ഹൃദയം ഉരുകി. സീത ധാരധാരയായി കണ്ണുനീർ പൊഴിച്ചു. രാജ്യത്തിലെ സാമാന്യ ജനതയിൽ നിന്നും ഉദിച്ചു പൊങ്ങുന്ന ഭക്തി ലക്ഷ്മണൻ നോക്കി നിന്നു. രാമനോട് ഈ വികാരത്തിൻ്റെ ഒരു കണിക പോലുമില്ലാത്ത കൈകേയി മാതാവിനെ പറ്റി ഓർത്തപ്പോൾ കുമാരൻ്റെ കണ്ണുകൾ രോഷം കൊണ്ട് രക്തവർണമായി. അദ്ദേഹത്തിൻ്റെ നാവ് വികാരം കൊണ്ട് ബന്ധിതവുമായി. ദുഃഖചിന്തകളാൽ കനത്ത ശിരസ്സുമായി അദ്ദേഹം താഴെയിരുന്നു. ഏതു മാർഗത്തിൽ കൂടിയും ഇവരെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പ്രേരണ ചെലുത്തിയാണ് ഏറ്റവും നല്ലതെന്ന് രാമന് തോന്നി. അദ്ദേഹം അവരെ ആശ്വസിപ്പിച്ചു. അവരോട് സഹാനുഭൂതി പ്രദർശിപ്പിച്ചു. അവർക്ക് ദിവസേന ചെയ്യേണ്ടതായുള്ള ക്രിയകളെയും കർമ്മങ്ങളെയും സംബന്ധിച്ചും അവ ചെയ്യാത്തതിലുള്ള ദോഷഫലത്തെപ്പറ്റിയും അനുസ്മരിച്ചു. അദ്ദേഹം വനജീവിതത്തിൻ്റെ ഭീകരതകളെ വർണ്ണിച്ചു കാട്ടി. കാട്ടിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രതിബന്ധങ്ങളെ സംബന്ധിച്ചും വിവരിച്ചു. തൻ്റെ വനവാസക്കാലം വേഗത്തിലും ക്ലേശമില്ലാതെയും കഴിഞ്ഞു പോകത്തക്കവണ്ണം അവരുടെ കർമ്മങ്ങളും ആചാരങ്ങളും മുടക്കമില്ലാതെ കൃത്യമായി അനുഷ്ഠിക്കാനും അവരുപദേശിച്ചു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തൻ്റെ വനവാസക്കാലം സമാധാനത്തിലും ആനന്ദത്തിലും ചെലവഴിക്കാനും യഥാകാലം നവോന്മേഷത്തോടും പരിശുദ്ധിയോടും വിശുദ്ധിയോടും കൂടി അയോധ്യയിലേക്ക് തിരിച്ചു വരാനും അത് തന്നെ സഹായിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞു. തൻ്റെ മുന്നിലുള്ള ബ്രാഹ്മണ യുവാക്കളെ ഈ വാദങ്ങൾ കൊണ്ട് ബോധ്യപ്പെടുത്തിക്കൂടായിരുന്നു. രാമൻ അവരോട് അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു, നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ ഭക്തിപൂർവമായ ശുശ്രൂഷ നഷ്ടപ്പെടും. അവരെ നിസ്സഹായതയിലും ഏകാന്തതയിലും വിടുന്നത് വളരെ തെറ്റാണ്. ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, രാമ, കാട്ടിലേക്കുള്ള യാത്രയിൽ അങ്ങേ അനുഗമിക്കാൻ കഴിയാത്ത വിധം അത്ര അശക്തരും അധീരരുമാണ് ഞങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കൾ. തങ്ങളുടെ മനോവേദന കണ്ണുനീരായി ഒഴുക്കിക്കൊണ്ട് അങ്ങയെ കുറേ ദൂരം അനുഗമിച്ച് മടങ്ങിയവരാണവർ. അങ്ങയെ അനുഗമിക്കുവാനും അങ്ങയോടൊപ്പം കഴിയുവാനും അവർ ഞങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അവർ കാരണം ഇങ്ങനെ ഞങ്ങളോട് വ്യക്തമാക്കി, ഞങ്ങൾ വൃദ്ധർ വളരെയേറെ അശക്തരാണ്. നിങ്ങൾക്ക് ശക്തിയുണ്ട്, യുവത്വമുണ്ട്. പോകൂ, ഞങ്ങൾക്ക് വേണ്ടി രാമൻ്റെ കൂടെ പോകൂ. രാമനെ ഞങ്ങൾക്ക് വേണ്ടി സേവിക്കൂ. ഞങ്ങൾ അയോധ്യയിൽ നിന്നും അകന്നതിനേക്കാൾ അങ്ങ് അവിടെ നിന്നും അകന്നതിലാണ് അവർക്ക് ദുഃഖമുള്ളത്. അവരുടെ മക്കൾ രാമൻ്റെ കൂടെയുണ്ടല്ലോ എന്നതിൽ അവർ സന്തുഷ്ടരാകും. അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത മഹാഭാഗ്യം മക്കൾ അനുഭവിക്കട്ടെ. ഈ കാരണം കൊണ്ടെങ്കിലും ഞങ്ങളെ കൂടെ കൊണ്ടുപോകൂ. ആ വൃദ്ധരിൽ ആനന്ദം വർഷിക്കൂ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ രാമൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു വിലപിച്ചു തുടങ്ങി. പ്രേമത്തിൻ്റെയും ആദരത്തിൻ്റെയും ആത്മാർത്ഥമായ ഈ രംഗം കണ്ട് രാമന് മിണ്ടാനായില്ല. ഒരു പക്ഷേ തൻ്റെ സിംഹാസന ത്യാഗത്തേക്കാൾ കൂടുതൽ വിശിഷ്ടമായത് ആ ചെറുപ്പക്കാരുടെ ത്യാഗമാണെന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് കോരിത്തരിച്ചു. പുത്രഭക്തിയാൽ തൻ്റെ ഈ
ഭക്തിയാൽ തൻ്റെ ഈ പ്രജകളാൽ താൻ അതിശയിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന അഭിമാന ബോധം കൊണ്ട് സമ്മിശ്രമാവാതിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആനന്ദം. ഈ അഭ്യർത്ഥനകളും നിരാകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ധകാരം ഭൂമിയിൽ വ്യാപിക്കാൻ തുടങ്ങി. ക്ഷീണിതരായി ഇരുളിൽ തിരിച്ചു പോകുന്നതിനേക്കാൾ അന്ന് അവിടെ രാത്രി ലഘുഭക്ഷണം കഴിച്ച് വിശ്രമിക്കുകയാണ് നല്ലതെന്ന് രാമൻ അവരോട് പറഞ്ഞു. അതിനായി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി രാമൻ സമീപത്തു കൂടി ഒഴുകിയിരുന്ന തമസാ നദിയിലിറങ്ങി സ്നാനം ചെയ്ത് ഫലമൂലാദികൾ അശിച്ച് അല്പം വിശ്രമിച്ചു. ഇത്രയും ദീർഘമായ ദൂരത്തോളം അനുഗമിച്ചിരുന്ന ജനങ്ങൾക്ക് ശാരീരികമായി വളരെ തളർന്നിരുന്നു. അതിൻ്റെ ഫലമായി ഭക്ഷണാനന്തരം അവർ അഗാധവും ഉണർത്താൻ അസാധ്യവുമായ ഗാഢനിദ്രയിൽ ലയിച്ചു. ഉണർന്നു കഴിഞ്ഞാൽ അവരെല്ലാം തൻ്റെ കൂടെ വരാൻ നിർബന്ധം പിടിക്കുമെന്ന് രാമൻ മനസ്സിലാക്കി. അതുകൊണ്ട് അദ്ദേഹം സുമന്ത്രരെ വിളിച്ചുണർത്തി യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ രഥം കൊണ്ടുവരുവാൻ നിർദ്ദേശിച്ചു. രഥം പോയ വഴി തിരിച്ചറിയാത്ത വിധം അത് ഓടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു മാർഗവുമില്ലെന്നറിഞ്ഞ് സുമന്ത്രർ രഥം പോയ പാതകൾ ഒരിക്കലും മനസ്സിലാക്കാൻ നിവൃത്തിയില്ലാത്ത വിധം സങ്കീർണമാക്കിക്കൊണ്ട് അതേസമയം രഥം അയോധ്യയിലേക്ക് തിരിച്ചുപോയെന്ന് കാണിക്കുന്ന അവ്യക്തമായ അടയാളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും സങ്കീർണത വർദ്ധിപ്പിക്കാനുള്ള കൗശലങ്ങളെല്ലാം ചെയ്തതിനു ശേഷം രഥം കാട്ടിലേക്ക് നേരെ ഓടിച്ചു. അടുത്ത ദിവസം പുലർന്നു. പൗരന്മാർ ഉണർന്നു. നാലുപാടും നോക്കി. രാജകീയ രഥത്തിൻ്റെ പൊടി പോലും കണ്ടില്ല. മാത്രമല്ല രാമനെയോ സീതയെയോ ലക്ഷ്മണനെയോ കാണാനുമുണ്ടായിരുന്നില്ല. അവർ കഠിനമായ മനോവ്യതയിൽ പതിച്ചു. ഉറങ്ങുന്നവരെയെല്ലാം വിളിച്ചുണർത്തി. അവരെയെല്ലാം നിലത്ത് രഥചക്രങ്ങളുടെ പാടുകൾ പരിശോധിച്ചു. രാമ രാമ അവർ മുറവിളി കൂട്ടി. നാനാഭാഗത്തേക്കും രഥം അന്വേഷിച്ചവർ ഓടി. അവരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഭ്രാതാക്കളെ, നാം എത്രമാത്രം തളർന്നിരുന്നുവെന്നും ഈ തളർച്ചയുടെ ഫലമായി നാം എത്ര ഗാഠമായി ഉറങ്ങുന്നുവെന്നും രാമൻ കണ്ടു. അതുകൊണ്ട് നമ്മയൊന്നും കൂട്ടാതെ അവർ സ്ഥലം വിട്ടു. അതിൽ പിന്നെ നിരാശരായ അവർ അന്യോന്യം കുറ്റം പറയാൻ തുടങ്ങി. ക്ഷീണത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചുവെന്നും അങ്ങനെ രാമനെ ഒറ്റയ്ക്ക് പോകാൻ പ്രേരിപ്പിച്ചു എന്നും മറ്റുള്ളവർ തങ്ങളിൽ മത്സ്യങ്ങളെക്കാൾ വളരെ താഴ്ന്ന ജീവികളാണെന്ന് കുറ്റവിധി നടത്തി. അവർ പറഞ്ഞു, മത്സ്യത്തിന് വെള്ളമില്ലാതെ ജീവിക്കാനാവുകയില്ല. എന്നാൽ രാമൻ നമ്മെ ഇവിടെ വിട്ടിട്ട് പോയിട്ടും നാം ജീവിക്കുന്നു. കഷ്ടം, നമ്മുടെ ജീവിതം ലജ്ജാവഹം തന്നെ. അവർ ശപിച്ചു. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ആളിൽ നിന്നും നാം തന്നെയാണ് ഈ വിരഹം വരുത്തിവെച്ചത്. നമ്മൾ എന്തുകൊണ്ടാണ് മരണത്തെ സ്വീകരിക്കാത്തത്? അത് എല്ലാ ദുഃഖങ്ങളെയും അവസാനിപ്പിക്കുമല്ലോ. ചിലർ വിലപിച്ചു. എന്നാൽ പെട്ടെന്ന് തങ്ങളുടെ ഉള്ളിലെ ആത്മാവ് രാമനാണ്, അതുകൊണ്ട് ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കാൻ പോലും സാധ്യമല്ല എന്നവർക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല അത് കൊടിയ അപരാധവുമാണ്. ദുഃഖകരമായ ചർച്ചകളിലും സംശയങ്ങളിലും അവർ മുഴുകി. ഇനി എന്ത് ചെയ്യണമെന്ന് ഉടൻ തീരുമാനിക്കാനായി അവർ ഉത്കണ്ഠയായി. അധികം കഴിയുന്നതിന് മുമ്പ് ഒരാൾ അറിയിച്ചു, രാമരഥം നീങ്ങിയ പാതകളും ചക്രങ്ങളുടെ പാടുകളും പരിശോധിച്ചു കഴിഞ്ഞു. അതേതായാലും നല്ല വാർത്തയായിരുന്നു. ആ പാടുകൾ തോന്നിച്ചത് രഥം അയോധ്യയിലേക്ക് അഭിമുഖമായി പോയി എന്നാണ്. അവർ ആ പാതകളിൽ കുറേ ദൂരം പോയി. പിന്നെ ആ പാടുകൾ അവിടെ എങ്ങും കണ്ടില്ല. അവ മടങ്ങിപ്പോയിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഊഹിക്കുവാനും അസാധ്യമായിരുന്നു. അതുകൊണ്ടവർ നഗരത്തിലേക്ക് മടങ്ങി. അവരുടെ ചിന്തകളെല്ലാം കുഴഞ്ഞു മറിഞ്ഞിരുന്നു. രാമൻ തീർച്ചയായും രാജധാനിയിലേക്ക് മടങ്ങുമെന്ന് അധികം ആളുകളും സ്വയം സമാശ്വസിപ്പിച്ചു. കാരണം ജനങ്ങളുടെ സ്ഥിതി അവിടെ നിന്ന് കണ്ടിരുന്നു. ഹൃദയം പൊട്ടിത്തകർന്നവരുടെ നേരെ അവിടത്തേക്ക് ഹൃദയം നിറയെ കരുണയുണ്ടായിരുന്നു. 2-3 ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് രാമൻ മടങ്ങി വരുമെന്നവർ കരുതി. രാമനെ പ്രജകളുടെ അടുത്തേക്ക് മടങ്ങി വരുന്നതിന് പ്രേരിപ്പിക്കാനായി ദേവതകളെ പ്രസാദിപ്പിക്കുന്നതിന് സ്ത്രീകൾ പലതരം വ്രതങ്ങളും ആചരിക്കുകയും പല വിധത്തിലുള്ള ആരാധനകൾ നടത്തുകയും ചെയ്തു. അതിനുശേഷം ജനങ്ങൾ ജീവിച്ചത് ചക്രവാക പക്ഷികളെ പോലെയാണ്. ഈ ചക്രവാക പക്ഷികൾക്ക് ജീവിക്കാനായി ആശ്രയിക്കാൻ താമരകളില്ല. കാരണം സൂര്യൻ്റെ സാന്നിധ്യമില്ലല്ലോ. സൂര്യൻ്റെ സാന്നിധ്യമില്ലാതെ താമരകൾ വിടരുകയില്ല. ജനങ്ങൾ ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരുന്നപ്പോൾ സീതയും രാമനും ലക്ഷ്മണനും സുമന്ത്രരോടുകൂടി ശൃംഗിവേരം പട്ടണത്തിൻ്റെ പരിസരത്തെത്തിച്ചേർന്നു. രാമൻ ഗംഗാനദി കടന്നു. ഉടൻ തന്നെ രഥം നിർത്താൻ സുമന്ത്രർക്ക് നിർദ്ദേശം കൊടുത്തു. അവിടുന്ന് രഥത്തിൽ നിന്നും ഇറങ്ങി ആ പുണ്യനദിയുടെ മുമ്പിൽ വെറും നിലത്ത് ദണ്ഡ നമസ്കാരം ചെയ്തു. സീതയും ലക്ഷ്മണനും സുമന്ത്രരും ഗംഗയെ നമസ്കരിച്ചു. ചുറ്റിനും കണ്ട സമസ്ത ധനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉറവിടം ഗംഗയാണെന്ന് രാമൻ മറ്റുള്ളവരോട് പറഞ്ഞു. ഗംഗ എല്ലാ ജീവജാലങ്ങൾക്കും പരമാനന്ദവും
ഉന്നതമായ ആധ്യാത്മിക വരങ്ങളും കൊടുക്കുന്നു. അനന്തരം ആ പുണ്യജലത്തിൽ സ്നാനത്തിനായി ഒരുങ്ങി. സീതയ്ക്ക് നദിയിലിറങ്ങി സൗകര്യമായി കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ രാമൻ ലക്ഷ്മണനോട് നിർദ്ദേശിച്ചു. കാട്ടുപ്രദേശത്തെ നദീതടങ്ങൾ മൃദുവും ചെളി നിറഞ്ഞതുമായിരുന്നു. സൗകര്യമുള്ള ഒരു സ്ഥലം ലക്ഷ്മണൻ കണ്ടുപിടിച്ചു. കല്ലും പാറക്കഷ്ണങ്ങളും കൊണ്ട് പടവുകൾ പോലെ കെട്ടി സീതയ്ക്ക് കുളിക്കാനിറങ്ങാൻ ശരിപ്പെടുത്തി. ആ താൽക്കാലികമായ സ്നാനഘട്ടത്തിൽ കുളിക്കാനായി ലക്ഷ്മണൻ സീതാമാതാവിനോട് അപേക്ഷിച്ചു. നദിയിലിറങ്ങുമ്പോൾ ദേവി വളരെ സൂക്ഷ്മത കാണിച്ചു. നദിയിലിറങ്ങുന്നതിന് മുമ്പായി സീത ഗംഗാദേവിയെ നമസ്കരിച്ചു. സ്നാനാനന്തരം സീതയ്ക്കും രാമനും കഴിക്കാനായി ഭക്ഷണയോഗ്യമായ ഫലമൂലങ്ങൾ തേടി ലക്ഷ്മണൻ കാട്ടിനുള്ളിലേക്ക് പോയി. പിന്നീട് ശേഖരിച്ചു കൊണ്ടുവന്നവ അവർക്ക് നൽകി. അവർ ആവശ്യമുള്ളത് കഴിക്കുകയും ചെയ്തു. അപ്പോൾ ചില തോണിക്കാർ അവിടെ എത്തി. രാജകീയ രഥത്തിലും സീത, രാമൻ, ലക്ഷ്മണൻ എന്നിവരുടെ രാജകീയ ആകാരങ്ങളിലും അവരുടെ ദൃഷ്ടി പതിച്ചു. അവർ വിനോദയാത്രയ്ക്കായി അവിടെ എത്തിയതായിരിക്കുമെന്ന് തോണിക്കാർ ഊഹിച്ചു. അവർ ഉടനെ തന്നെ ഈ വിവരം തങ്ങളുടെ അധിപനായ ഗുഹനെ അറിയിച്ചു. ഗുഹൻ അവർ ആരാണെന്നും ഗംഗാതീരത്തുള്ള ഈ വനത്തിൽ വരാനുള്ള കാരണവും അന്വേഷിച്ചു വരാനായി ഒരു ദൂതനെ അയച്ചു. അവർ ദശരഥ ചക്രവർത്തിയുടെ പുത്രന്മാരാണ്. രാജകുമാരി സീതയാണ്. ചക്രവർത്തിയുടെ മന്ത്രിയായ സുമന്ത്രർ അവരോടൊന്നിച്ചുണ്ട്. ഈ വിവരങ്ങൾ ദൂതൻ ഗുഹനെ അറിയിച്ചു. പരമാനന്ദപ്രദമായ ഈ അവസരം ഏകനായി ആസ്വദിക്കരുതെന്ന് ഗുഹന് തോന്നി. മഹാനായ രാജകുമാരൻ സഹോദരനോടും സഹധർമ്മിണിയോടും കൂടി ഗംഗാതീരത്തിലേക്ക് എഴുന്നള്ളിയിട്ടുണ്ട് എന്ന് തൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സഹാക്കളെയും എല്ലാം അദ്ദേഹം അറിയിച്ചു. ഗുഹൻ ധാരാളം ഫലങ്ങളും പുഷ്പങ്ങളും ശേഖരിച്ചു. അവരെല്ലാം വിനയാധരങ്ങളോടുകൂടി ഗംഗാതീരത്തിലേക്ക് പുറപ്പെട്ടു. ഗുഹൻ ഫലങ്ങളും പുഷ്പങ്ങളും ഉപഹാരങ്ങളായി രാജകീയ അതിഥികളുടെ സന്നിധിയിൽ സമർപ്പിച്ചു. രാമപാദത്തിൽ നമസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം രാമനെ നമസ്കരിച്ചു. അവർ ആനന്ദത്തിൽ രോമാഞ്ചം കൊണ്ടു. അത് ശ്രദ്ധിച്ച് രാമൻ ഗുഹനെ അടുത്ത് വിളിച്ച് അവർ അങ്ങനെ കഴിയുന്നുവെന്നും അവർക്കെല്ലാം സുഖവും സമാധാനവും ഉണ്ടോ എന്നെല്ലാം അന്വേഷിച്ചു. ഭരണം സമുദായത്തിൻ്റെ ക്ഷേമാഭിവൃദ്ധിക്ക് എത്രത്തോളം സഹായകമാണെന്ന് രാമൻ ആ വർഗപ്രമാണിയോട് ചോദിച്ചു. ഗുഹൻ മറുപടി പറഞ്ഞു, സ്വാമി രാമചന്ദ്ര, അവിടുത്തെ പാതാരവിന്ദങ്ങൾ കണ്ട് ഞങ്ങളെല്ലാം അതിരറ്റ ആനന്ദം അനുഭവിക്കുന്നു. കഴിഞ്ഞ ജന്മങ്ങളിലെ സൽക്കർമ്മങ്ങളുടെ ഫലമായി ഞങ്ങൾ നേടിയ സുഹൃതമാണ് ഞങ്ങൾക്ക് മഹാഭാഗ്യം തന്നത്. അല്ലെങ്കിൽ അതിഗഹനമായ ഈ വനത്തിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് അവിടുത്തെ സന്ദർശനം കൊണ്ടും ആ പാതാരവിന്ദങ്ങളുടെ ദർശനം കൊണ്ടും അനുഗ്രഹീതരാവാൻ കഴിയുമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കാം? ഇപ്പോൾ മുതൽ ഈ പ്രദേശം സമൃദ്ധിയും സമാധാനവും അനുഭവിച്ചു തുടങ്ങുമെന്ന് തീർച്ചയാണ്. കാരണം അവിടുത്തെ പാദസ്പർശം ഇവിടെ ഉണ്ടായത് തന്നെ. ഇതിൽ ഒരു സംശയവുമില്ല. ഇവിടം സമൃദ്ധമാകും തീർച്ച. ലക്ഷ്മണനും സീതയും സുമന്ത്രരും ഗുഹൻ്റെ ആനന്ദവും ആത്മാർത്ഥവുമായ വാക്കുകൾ ശ്രദ്ധിച്ചു. ഈ ഭക്തിയും വിനയവും വിജ്ഞാനവും കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു. ഇതിനിടയിൽ ഗുഹൻ രാമൻ്റെ പാദങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു, ഇതെല്ലാം അവിടുത്തേക്കുള്ളതാണ്. ഈ വർഗത്തിൻ്റെ നായകൻ എന്ന നിലയിൽ എനിക്കുള്ള സമ്പത്തുക്കളും നാടും അധികാരവും അതുപോലെ എൻ്റെ പ്രജകളും അവിടുത്തേതാണ്. അവർ അങ്ങയുടെ കൽപ്പനകൾ കാത്തിരിക്കുന്നു. അവരെല്ലാം അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് ഏതിനും പ്രയോജനപ്പെടുത്താം. അവിടുത്തെ ആവശ്യത്തിനും സേവനത്തിനും എല്ലാം ഞാൻ അവിടുത്തെ ദാസനാണ്. ആ നിലയ്ക്ക് എന്നെയും സ്വീകരിക്കണേ. ഞാൻ സമർപ്പിക്കുന്നതെല്ലാം സ്വീകരിക്കണമേ. ഞങ്ങൾ നിവസിക്കുന്ന നഗരത്തിലേക്ക് എഴുന്നള്ളണേ. ഈ പ്രാർത്ഥന കേട്ട് രാമൻ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഗുഹ, നീ ഉറച്ച ഭക്തനാണ്. നീ വലിയ ഗുണശീലനാണ്, വളരെ പരിശുദ്ധനുമാണ്. പക്ഷേ ശ്രദ്ധിക്കൂ, എനിക്ക് പിതൃകൽപ്പന അനുസരിച്ച് താപസവേഷത്തിൽ രാജഭ്രഷ്ടൻ എന്ന നിലയിൽ ഈ കാട്ടിലൊക്കെ സഞ്ചരിക്കേണ്ടതുണ്ട്. ഞാൻ ഒരു പട്ടണത്തിലോ നഗരത്തിലോ കാലെടുത്ത് കുത്തുവാൻ പാടില്ല. തപശ്ചര്യയിൽപ്പെട്ട സന്യാസിമാർക്ക് നിർദ്ദേശിക്കപ്പെട്ട ഭക്ഷണമേ എനിക്ക് കഴിക്കാൻ പാടുള്ളൂ. തപസ്സനുഷ്ഠിക്കുന്നവർക്കുള്ള നിയമങ്ങൾ അനുസരിച്ച് എനിക്ക് ജീവിക്കേണ്ടതുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് നീ ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന ആഗ്രഹം പൂർത്തീകരിക്കാൻ എനിക്ക് കഴിയില്ല. ഈ വാക്കുകൾ കേട്ട് ഗുഹന് വല്ലാത്ത വ്യസനമുണ്ടായി. ശൃംഗിവേര നഗരത്തിൽ നിന്നും അവിടെ വന്നുകൂടിയ ജനങ്ങൾ രാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും ദിവ്യമായ ആകർഷണത്വത്തെപ്പറ്റി തമ്മിൽ മന്ത്രിച്ചു. ആ കോമളന്മാരായ സഹോദരന്മാരുടെയും ദേവാംഗനെപ്പോലുള്ള മഹതിയുടെയും മാതാപിതാക്കന്മാർക്ക് എങ്ങനെ അവരെ കാട്ടിലേക്ക് നാട് കടത്താൻ കഴിഞ്ഞു എന്ന ആ കൂട്ടത്തിൽ ഒരാൾ തിരക്കുകയുണ്ടായി. അവരുടെ നാവുകൾക്ക് എങ്ങനെ ഈ തരത്തിൽപ്പെട്ട വിധി പുറപ്പെടുവിക്കാൻ കഴിഞ്ഞു? മറ്റൊരാൾ ചോദിച്ചു, മിണ്ടാതിരി വിധി,
ആ മാതാപിതാക്കൾ യഥാർത്ഥത്തിൽ നന്മയാണ് ചെയ്തത്. ആ വിധി അവർ പുറപ്പെടുവിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ദിവ്യ രൂപങ്ങൾ കണ്ട് നമുക്ക് ആനന്ദിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് ഇന്ന് നമ്മുടെ മിഴികൾ സുദുർലഭമായൊരു ഉത്സവമാണ് ആസ്വദിക്കുന്നത്. ഇത് പലരെയും സംതൃപ്തരാക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. അവിടെ കൂടിയിരുന്ന നിഷാദവർഗക്കാർ അങ്ങനെ ആ രാജകീയ അതിഥികളെപ്പറ്റി ആരാധനാ രൂപത്തിൽ അഭിനന്ദിച്ചു കൊണ്ടിരുന്നു. സീതയുടെയും രാമൻ്റെയും ലക്ഷ്മണൻ്റെയും സൗന്ദര്യം, ചെറുപ്പം, മധുര പ്രകൃതി എന്നിവയെപ്പറ്റി വളരെയേറെ അവർ പ്രശംസിച്ചു. നിഷാദന്മാരുടെ തലസ്ഥാന നഗരിയിൽ രാമനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടതിൽ ഗുഹൻ ദുഃഖനിമഗ്നനായി. ആ നഗരം രാമൻ ദർശിച്ചാലും രാമൻ്റെ നേത്രങ്ങൾ ഒരിക്കലെങ്കിൽ അതിന്മേൽ പതിച്ചാൽ അവിടെ എന്നും സമാധാനവും മോക്ഷവും ഉണ്ടാവുമെന്ന നിലയിൽ അനുഗ്രഹീതമായി തീരുമെന്ന് ഗുഹന് തോന്നി. അതുകൊണ്ട് അടുത്തുണ്ടായിരുന്ന കൂറ്റനാണെങ്കിലും മോടിയുള്ള ശിംശിപാവൃക്ഷത്തിൻ്റെ സമീപത്തേക്ക് നടക്കണമെന്ന് ഗുഹൻ അപേക്ഷിച്ചു. രാമൻ സമ്മതിക്കുകയും ചെയ്തു. ആ സ്ഥലത്ത് നിന്ന് നോക്കിയ രാമൻ്റെ കണ്ണുകൾ നഗരത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് ഗുഹൻ മനസ്സിലാക്കി. അത് ഓർത്തപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. ദൂരെ നിന്ന് നഗരം കണ്ട് രാമനും സന്തുഷ്ടനായി. പാദസ്പർശനത്തിനായി രാമൻ നിഷാദന്മാരെ അനുവദിച്ചു. രാത്രി ആസന്നമായിരുന്നതിനാൽ വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളാൻ രാമൻ അവർക്ക് നിർദ്ദേശം നൽകി. അനന്തരം രാമൻ സന്ധ്യാവേളയിൽ ചെയ്യേണ്ട പുണ്യകർമ്മങ്ങളെല്ലാം ചെയ്തു. ഇതിനിടയിൽ ഗുഹൻ മൃദുത്വമുള്ള പുല്ലും തളിരിലകളും ശേഖരിച്ച് വളരെ മൃദുവായ ശൈന്യങ്ങൾ ഉണ്ടാക്കി. അദ്ദേഹം തൻ്റെ പ്രജകളെ സ്വാദുള്ള ഫലമൂലങ്ങൾ ശേഖരിക്കാൻ അയച്ചു. അതിവിശിഷ്ടമായ സന്ദർശകർക്ക് സമർപ്പിക്കേണ്ടതായി അവ ഇലകളിൽ പൊതിഞ്ഞുകെട്ടി കൊണ്ടുവരണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. സീതയും രാമനും ലക്ഷ്മണനും സുമന്ത്രരും ഇങ്ങനെ സമർപ്പിക്കപ്പെട്ട ഫലമൂലാദികളിൽ നിന്നും ഉചിതമായ ആഹാരം കഴിച്ച് വിശ്രമിക്കാനും ഉറങ്ങാനും പോയി. സായിറാം.